ശ്രീ കെ എൽ മോഹനവർമ്മ കൂടി നമ്മോടൊപ്പമുണ്ട്. ശ്രീ കെ എൽ മോഹനവർമ്മ, അപ്പോൾ ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടി അങ്ങ് വിലയിരുത്തിയാൽ മലയാള നോവൽ സാഹിത്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ, സാഹിത്യ ഭാവുകത്വത്തെ പുനർനിർമ്മിച്ച നോവലിസ്റ്റ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് MTയെ അടയാളപ്പെടുത്താം. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ പത്രാധിപർ എന്ന സ്ഥാനവും. ഞാൻ നേരത്തെ മാതൃഭൂമിയെക്കുറിച്ച് പറയുകയായിരുന്നു. അങ്ങയുടെ ഓഹരിയും നീതിയും ഒക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വരുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. MT മലയാള സാഹിത്യത്തിന് നൽകിയത്, മലയാള സാഹിത്യകാരന്മാർക്ക് നൽകിയത് എന്തായിരുന്നു? MT വാസുദേവൻ നായർ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലെ കഴിവുകൾ കണ്ടിട്ട്, എൻ്റെ പരിമിതികൾ കണ്ടിട്ട്, എൻ്റെ ആശയങ്ങൾ കണ്ടിട്ട് എന്നെ ഏതുവിധം ഒരു എഴുത്തുകാരനാക്കി മാറ്റാം എന്ന വാസ്തവത്തിൽ ഗൈഡ് തന്ന മഹത്തായ ഫ്രണ്ടാണ്, സ്നേഹിതനാണ്. അതാണ് രസം. ഞങ്ങൾ തീർച്ചയായിട്ടും മരണം എന്ന് പറഞ്ഞത് നമുക്ക് മാറ്റാൻ ഒക്കില്ല. അദ്ദേഹം ഇരുന്ന കാലം, അദ്ദേഹം ഓരോ എന്നെപ്പോലെ അനവധി ആൾക്കാരെ അവരുടെ കഴിവ് എങ്ങനെ നമുക്ക് മലയാള ഭാഷയ്ക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ആൾക്കാരുടെ അടുത്തേക്ക് എങ്ങനെ എത്തിക്കണമെന്നുള്ളതിന് ഗൈഡൻസ് കൊടുത്തിരുന്നു. അത് ഗൈഡൻസ് കൊടുക്കുന്നത് നിശബ്ദമായിട്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ആദ്യത്തെ കഥയും എൻ്റെ ആദ്യത്തെ നോവലും എല്ലാം തന്നെ ഒരു പരിചയവുമില്ലാതെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം എടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്നതാണ്. അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. മാതൃഭൂമിയുടെ വേരിയസ് ഇതിലുള്ള ലീഡറായിട്ടിരിക്കുമ്പോൾ സ്വാഭാവികവും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഒരു ഭാഗമായിരിക്കാം. പക്ഷേ ആ ജോലി ചെയ്യുന്നതിൻ്റെ രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒരിക്കലും അദ്ദേഹം എന്നോട് ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളായി, പിന്നെ അടുത്ത സ്നേഹിതരായി. അതിനുശേഷം തന്നെ ഞങ്ങൾ ഒരുമിച്ച് സാഹിത്യ അക്കാദമിയിൽ പ്രസിഡൻറ്റും സെക്രട്ടറി ആയിട്ടിരുന്നു. ഈ സമയത്തൊക്കെ തമാശയും ചിരിയും ഒരേ സമയം കൊണ്ടുവന്നിട്ട് അതിൽ കൂടി പല കാര്യങ്ങളും എനിക്ക് ഒരു ഗൈഡൻസ് പോലെ തരും. തീർച്ചയായിട്ടും അതാണ് വാസ്തവത്തിൽ എന്നെ ഒരു ക്രിയേറ്റീവ് നോവലിസ്റ്റാക്കി മാറ്റിയത്. ഒരു സംശയമില്ല. അദ്ദേഹം എന്നെപ്പോലെ അനവധി ആൾക്കാരെ ഈ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരിക്കലും വളരെ നന്ദി പ്രതികരിച്ചതിന്.